പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം. ദി ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 55 വേഴ്സ് 11. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദിവസങ്ങളിൽ ഓരോ ദിവസമായിട്ട് നമ്മൾ ഓരോ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ അത് ബലപ്പെടുത്തുന്നുണ്ട്, നമ്മളെ ഉറപ്പിക്കുന്നുണ്ട്, ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വചനങ്ങളൊന്നും വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലെന്ന് ഇന്ന് ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതായിട്ട് അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയെന്നാൽ അനേകർക്കൊരു ചിന്തയുണ്ട്, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സാധ്യമാകും, ഇതെങ്ങനെ സംഭവിക്കും? അസാധ്യമായ കാര്യങ്ങളാണ്. നിശ്ചയമാണ്, വചനം മാറത്തില്ല, അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വസിച്ച് ഈ വചനം കൂടെ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ,